ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ പാർട്ടിക്ക് വേണ്ടി ബലിയാടായതിന് പിന്നാലെയാണ് തലസ്ഥാനത്ത് വീണ്ടും കെ മുരളീധരൻ സജീവമായത്. മുമ്പ് പ്രതിനിധീകരിച്ച നിയോജകമണ്ഡലത്തിൽ പാർട്ടി പരിപാടികളിൽ സ്ഥിര സാന്നിധ്യമായതോടെ മുരളി വട്ടിയൂർക്കാവിലേക്കെന്ന അഭ്യൂഹങ്ങളും ഏറി. പക്ഷേ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് BJPക്കെതിരെ പോർമുഖം തീർത്ത മുരളി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റായിരുന്ന വടകര വിട്ട് പത്മജ വേണുഗോപാൽ BJP പാളയത്തിലെത്തിയതിന്റെ ക്ഷീണമകറ്റാൻ തൃശൂരിൽ മത്സരത്തിനിറങ്ങിയതോടെയാണ് BJPയുടെ മുഖ്യ രാഷ്ട്രീയ എതിരാളിയായി മാറിയത്. ഈ പശ്ചാത്തലത്തിലാണ് BJPക്ക് ഏറെ സ്വാധീനമുള്ള നേമത്തോ വട്ടിയൂർക്കാവിലോ മുരളി വീണ്ടും മത്സരിക്കാനെത്തിയാൽ അദ്ദേഹത്തിന്റെ പരാജയമുറപ്പിക്കാൻ BJP വോട്ടുകൾ ഇടത് പാളയത്തിലേക്ക് മറിച്ചേക്കുമെന്ന വിലയിരുത്തലിലേക്ക് നേതൃത്വം എത്തിയത്. പകരം പരിഗണിക്കപ്പെടുന്ന ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഗുരുവായൂരിനാണ് മുഖ്യ പരിഗണന. ലീഗിന്റെ സീറ്റാണെങ്കിലും ഇത് വെച്ചുമാറുന്നതിനുള്ള സാധ്യതകളാണ് കോൺഗ്രസ് തേടുന്നത്. മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമായ ഗുരുവായൂരിൽ കെ കരുണാകരനുണ്ടായിരുന്ന ആത്മബന്ധവും കെ മുരളീധരന്റെ വ്യക്തിപ്രഭാവവും ഒപ്പം ചേർന്നാൽ 2 ദശാബ്ദത്തെ ഇടവേളയ്ക്ക് ശേഷം മണ്ഡലം തിരിച്ചുപിടിക്കാനാകുമെന്നാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ വിലയിരുത്തൽ. അതേസമയം തിരുവനന്തപുരത്തെ മറ്റൊരു ജയസാധ്യതയുള്ള മണ്ഡലം കെ മുരളീധരന്റെ മനസ്സിലുണ്ടെന്നും ഹൈക്കമാൻഡിന്റെ പിന്തുണ ഉറപ്പാക്കിയാൽ മുരളീധരൻ ഇവിടെ കളത്തിലിറങ്ങുമെന്നുമാണ് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം.